കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12 വയസ്സുകാരിയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നെന്ന് 12കാരി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പല പല കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നു. സ്വന്തം അമ്മയെ കുഞ്ഞിനെ കൊല്ലുന്നു, സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെയുള്ള പലതരം കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ 12 വയസ്സുള്ള ഒരു കുട്ടി, കുഞ്ഞെന്ന് തന്നെ പറയാം, 12 വയസ്സുള്ള ഒരു കുഞ്ഞ് 3 മാസം അല്ലെങ്കിൽ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വാർത്തയാണത്. എന്താണ് ഇതിനുള്ള സാഹചര്യം? എന്തുകൊണ്ടൊരു 12 വയസ്സുള്ള ഒരു കുഞ്ഞ് 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ കാരണം? ഭാര്യയും ഭർത്താവും, ഈ ഭർത്താവിന്റെ സഹോദരൻ മരിക്കുന്നു. ആ ഭർത്താവിന്റെ സഹോദരന്റെ കുഞ്ഞാണ് ഈ 12 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സഹോദരന്റെ ഭാര്യയില്ലേ എന്ന്. സഹോദരന്റെ ഭാര്യ സഹോദരനുമായിട്ട് പിണങ്ങി മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുന്ന രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയെ ഇവര് കൊണ്ടുവരികയാണ്. ഈ പറയുന്ന 2 വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളില്ല. അവര് നോക്കാമെന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടി ജനിച്ചപ്പം അതിനോടുള്ള ഇവരുടെ സ്നേഹം കാരണം ഈ 12 വയസ്സുള്ള കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 12 വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഇത് സ്വന്തം പിതാവും മാതാവും അല്ല. ഞാന് പിതാവിന്റെ സഹോദരന്റെ വൈഫിന്റെയും കൂടെയാണ് നിൽക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രായം ആ കുട്ടിക്ക് ഉണ്ട്. ഇപ്പം ഈ കുഞ്ഞു ഇവർക്ക് ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാവണം. തന്നോടുള്ള സ്നേഹം പോകുമോ, തന്നെ ഇവർ നോക്കുമോ, അങ്ങനെയുള്ള പല പല ചിന്തകൾ ഈ കുട്ടിക്ക് ഉണ്ടായി കാണും. 12 വയസ്സുള്ള കുട്ടിയാണ്. ഇന്നത്തെ കാലത്തെ 12 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ 20ഉം 23ഉം വയസ്സുള്ള കുട്ടികളുടെ ഒരു തോട്ട് പ്രോസസ് ഉള്ളതാണ്. ബിക്കോസ് അവർ ഈ വേൾഡിൽ എക്സ്പോസ്ഡ് ആണ്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നല്ല അറിവുണ്ട്. കുട്ടികൾ നേരത്തെ മെച്യൂർഡ് ആവുന്നുണ്ട്. പലപ്പോഴും ഈ കൊച്ചു കുട്ടികളൊക്കെ വലിയവായിൽ വർത്തമാനം പറയുമ്പം പലരും കളിയാക്കും, ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയാണ്. പക്ഷെ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ അതിനനുസരിച്ച് ഇപ്പോഴത്തെ മുതിർന്ന ആളുകൾ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇപ്പോഴും യൂട്യൂബ് യൂസ് ചെയ്ത് കാണാത്തവരുണ്ട്, പലരും TV മാത്രം കാണുന്നവരുണ്ട്, പലരും യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. പണ്ടത്തെ കാലത്തെ പോലെ നമ്മൾ കുട്ടികളെ കണ്ടാൽ ഇപ്പം പറ്റില്ല. ഇപ്പം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. അവരുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനൊരു കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കിയിരുന്നെങ്കിൽ ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞ് കൊല്ലപ്പെടില്ലായിരുന്നു. ഇവിടെ ആ 12 വയസ്സുള്ള കുട്ടിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വയസ്സ് വെറും 12 വയസ്സാണ്. അതിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള തോന്നലുകൾ, അല്ലെങ്കിൽ അത് ആൾറെഡി കടന്നു പോയിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അതിനെ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധമില്ലായിരുന്നു. അമ്മ മാറി താമസിക്കുകയായിരുന്നു, കുട്ടി അച്ഛൻ്റെ കൂടെയായിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളപ്പോൾ ആ കുട്ടി കടന്നുപോയ ട്രോമ ഉണ്ടാവും. അത് അതിന് മാത്രമേ അറിയുള്ളൂ. ഇത് കാണുന്നവർ പെട്ടെന്ന് ആ കുട്ടിയെ കുറ്റം പറയുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. 12 വയസ്സുള്ള കുഞ്ഞ് 4 മാസം പ്രായമുള്ള കുട്ടിയെ കൊന്നു എന്നുള്ളത് തെറ്റായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12 വയസ്സുകാരിയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നെന്ന് 12കാരി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിങ്. നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഏതോ ഒരു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സിബ്ലിംഗ് റൈവലറി പോലെയുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ 12 വയസ്സുള്ള കുഞ്ഞിന്, ഇത്രയും ചെറിയ കുഞ്ഞിനോട് ഒരു എന്താ പറയുന്നത്, ദേഷ്യം തോന്നാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ തോന്നിയ പ്രകോപനം എന്താണ്? കുട്ടി പറയുന്നത് പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റീന, സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ 4 മാസം പ്രായമുള്ള മരണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ കുഞ്ഞിന് ഒപ്പം താമസിച്ച, അതായത് ഇവരുടെ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിച്ച
ഈ കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരന്റെ മകളായിട്ടുള്ള 12 വയസ്സുകാരിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. ഈ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഏകദേശം ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നും പറയുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അതിന് കാരണം ഈ കുഞ്ഞിനെ കാണാതായി എന്ന് ആദ്യം പറയുന്നത് ഈ 12 വയസ്സുകാരിയായിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ, ഈ 12 വയസ്സുകാരുടെ മൊഴിയിൽ പറയുന്നത് പുറത്ത് ശുചിമുറിയിലേക്ക് പോയി തിരിച്ച് കയറി റൂമിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞിനെ അവിടെ കാണാനില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ ബാക്കിയുള്ളവരെല്ലാം മറ്റുള്ളവരെല്ലാം വിവരം അറിയിക്കുകയായിരുന്നു എന്നതായിരുന്നു പോലീസിനോട് ഈ 12 വയസ്സുകാരി നൽകിയ മൊഴി. ഈ മൊഴിയിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. പിന്നീടാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷമാണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞും ഈ 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞും 2 പേർക്കും ആണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സാമൂഹിക പരിസ്ഥിതി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. മാതാപിതാക്കൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പോവുക. എനിക്ക് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി പോവുക. എനിക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ആളുകൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നത്. അവർ ഈ കുട്ടികളെ പറ്റി ചിന്തിക്കുന്നില്ല. അവർ കടന്നു പോകുന്ന ട്രോമയെ പറ്റി ചിന്തിക്കുന്നില്ല. ഇവിടെ ആ കുട്ടിക്ക് അമ്മയില്ല, അച്ഛനില്ല. അമ്മ അച്ഛനുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പം നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ എന്താണ്, അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് വിഷമസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ തോട്ട് പ്രോസസ് എന്താണ് എന്ന് മനസ്സിലാക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ലാത്ത ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കരുത്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. മാതാപിതാക്കൾ ചിന്തിക്കുക. ഈ ടെക്നോളജിയുടെ കാലത്ത് സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല. കുട്ടികളോടൊപ്പം പോലും സംസാരിക്കാൻ സമയമില്ല. അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ എന്ത് വിഷമിക്കൂടാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും അവരുടെ കയ്യിൽ ഒരു ഫോൺ വെച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കയ്യിലും ഇപ്പോൾ ഫോണാണ്. അവരുടെ മുമ്പിലോട്ട് ഇങ്ങനെ എല്ലാ നോളജും വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ അറിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. സോ എനിക്ക് മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ച് വളർത്തുക. മാതാവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രശ്നം കാരണം നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ച് വേർപിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ കുട്ടിയാണ് ഒറ്റപ്പെടുന്നത്. അങ്ങനെ ഒറ്റപ്പെടുന്ന കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവർക്ക് വേറൊരു സ്നേഹം എവിടുന്നേലും കിട്ടുമ്പോൾ അവരങ്ങോട്ട് പോകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം അവർക്ക് കിട്ടുമ്പോൾ അത് എനിക്കിനിയും കിട്ടില്ല എന്ന് ഓർക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടും. ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ കണ്ട് നമുക്ക് നിർത്താം. മോട്ടീവ് അത് ഒരു ജലസ് ഉണ്ടായി. ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡായപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടി എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അങ്ങനെ ഒരു സ്നേഹക്കുറവുണ്ടായതിനെ കുറിച്ച് എന്താ കുട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ് അത് അളവ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അത് കുട്ടിയല്ല, നമ്മൾ കുറച്ച് സ്ലോ പേസിൽ അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഇതാണ്, സ്നേഹം കുറവായി, എനിക്ക് സ്നേഹം കുറവായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പോൾ അപ്രഹെൻഡ് ചെയ്യും. പിന്നെ JJB ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും. ആരാണ് കുട്ടി? ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി അവിടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവം അത് നാച്ചുറലായിട്ട് എല്ലാവരും ചെയ്തതുപോലെ അവർ ചെയ്യും. അത് അവരെ കുറച്ച് സമയം എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ